ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി എക്സാമിനേഷൻ 2025 വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 26/6/2025. എക്സാമിനേഷൻ സെന്ററുകൾ കേരളത്തിലുമുണ്ട്. കേരളത്തിലും അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. F number E/16/2025 C2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള നിയമനമാണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആൻഡ് ഗ്രേഡ് ഡി ഗ്രൂപ്പ് സി എന്നിവയാണ് തസ്തികകൾ. സ്റ്റെനോഗ്രാഫിയിൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. 2 തസ്തികകളും ചേർത്ത് 261 ഒഴിവുകളാണ് ഉള്ളത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 1/8/2025 മുൻപ് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അടുത്തത് ഏജ് ലിമിറ്റ് നോക്കാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി പ്രായപരിധി 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. 2/8/1995 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി പ്രായപരിധി 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. 2/8/1998 1/8/2007 ഇടയിൽ ജനിച്ചവർ. ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും PWBD അൺറിസർവ്ഡിന് 10 വർഷവും PWBD OBCക്ക് 13 വർഷവും PWBD SC/ST കാറ്റഗറിക്ക് 15 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 3 വർഷവും വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് അപകടം സംഭവിച്ചിട്ടുള്ള എക്സ് സർവീസ്മാൻമാർക്ക് കൂടുതലായും 3 വർഷവും ഇതേ കാറ്റഗറിയിലെ SC/ST വിഭാഗത്തിന് 8 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസിന് 40 വയസ്സും സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസ് SC/ST വിഭാഗത്തിന് 45 വയസ്സും വിഡോസ് ആൻഡ് ഡിവോഴ്സ്ഡ് വുമൺസ് 35 വയസ്സും വിഡോസ് ആൻഡ് ഡിവോഴ്സ്ഡ് വുമൺ SC/ST വിഭാഗത്തിന് 40 വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ജനറൽ അവയർനെസ് 50 മാർക്കിന്റെ 50 ക്വസ്റ്റ്യൻസ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്കിന്റെ 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഓരോ തെറ്റ് ആൻസറിനും 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സിലബസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അതിൽ വെർബലും നോൺ വെർബൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ അനാലജിസ്, അതുപോലെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേറ്റിംഗ് ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്സ്, അരിത്തമെറ്റിക്കൽ റീസണിംഗ്, വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക്കൽ നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ് എക്സെട്ര. ജനറൽ അവയർനെസ് ഇന്ത്യയും അതിന്റെ അയൽ രാജ്യങ്ങളെയും കുറിച്ചുള്ള പ്രത്യേകിച്ച് സ്പോർട്സ്, ചരിത്രം, സംസ്കാരം, ഭൂമിശാസ്ത്ര, സാമ്പത്തിക രംഗം, ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെയുള്ള പൊതുരാഷ്ട്രീയം, ശാസ്ത്ര ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയിൽ ഉൾപ്പെടും. ഒരു വിഷയത്തെക്കുറിച്ചും പ്രത്യേക പഠനം ആവശ്യമില്ലാത്ത വിധത്തിലായിരിക്കും ഈ ചോദ്യങ്ങൾ. ഇനി ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള ഉദ്യോഗാർത്ഥികളുടെ ഗ്രാഹ്യം, അതിന്റെ വൊക്കാബുലറി, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, സിനോണിംസ്, ആന്റോണിംസ് ആൻഡ് ഇറ്റ്സ് കറക്റ്റ് യൂസേജ് മുതലായവ പരിശോധിക്കുന്നതിന് പുറമെ ഉദ്യോഗാർത്ഥിയുടെ റൈറ്റിംഗ് എബിലിറ്റിയും പരിശോധിക്കുന്നതാണ്. സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റിനെ പറ്റിയാണ് ഇനി പറയുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്റ്റെനോഗ്രാഫിക്കുള്ള സ്കിൽ ടെസ്റ്റിന് പങ്കെടുക്കേണ്ടതുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി തസ്തികയ്ക്ക് 100 വേർഡ്സ് പെർ മിനിറ്റ് വേഗതയിലും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി തസ്തികയ്ക്ക് 80 വേർഡ്സ് പെർ മിനിറ്റ് വേഗതയിലും ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ഈ ടെസ്റ്റിന്റെ ടൈം ഡ്യൂറേഷൻ നോക്കാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ലാംഗ്വേജ് ഇംഗ്ലീഷ്, ടൈം ഡ്യൂറേഷൻ 50 മിനിറ്റ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ഹിന്ദി, ലാംഗ്വേജ് ഹിന്ദിയാണ്, ടൈം 65 മിനിറ്റ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ലാംഗ്വേജ് ഇംഗ്ലീഷ്, ടൈം 40 മിനിറ്റ്. നെക്സ്റ്റ് വൺ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ലാംഗ്വേജ് ഹിന്ദി, ടൈം 55. ഹിന്ദിയിൽ സ്റ്റെനോഗ്രാഫി പരീക്ഷ എഴുതാൻ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിയമനത്തിന് ശേഷം ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി പഠിക്കേണ്ടതുണ്ട്. കൂടാതെ തിരിച്ചും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വകുപ്പുകളോ സ്ഥാപനങ്ങളോ അവരുടെ പ്രൊബേഷൻ പാസ്സാക്കില്ല. കമ്മീഷന്റെ റീജിയണൽ ഓഫീസുകളിലോ കമ്മീഷൻ തീരുമാനിച്ചേക്കാവുന്ന മറ്റ് കേന്ദ്രങ്ങളിലോ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് നടത്തും. സ്കിൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസുകൾ സ്കിൽ ടെസ്റ്റിന് വിളിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ കേരളത്തിലെ സെന്ററുകളും അവയുടെ കോഡുകളും നോക്കാം. കണ്ണൂർ 9202, കോട്ടയം 9205, കോഴിക്കോട് 9206, തിരുവനന്തപുരം 9211, എറണാകുളം 9213, കൊല്ലം 9210, തൃശൂർ 9212. കർണാടക, കേരള, ലക്ഷദ്വീപ് റീജിയന്റെ വെബ്സൈറ്റ് വരുന്നത് www.ssskkr.nic.in. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഗ്രഫ് സെന്ററിലോ ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് സെന്ററിലോ ശാരീരിക ക്ഷമതാ പരിശോധനകൾ നടത്തുന്നതാണ്. അത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ പറ്റി നോക്കാം. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആൻഡ് ഗ്രൂപ്പ് സി ആക്ടിവിറ്റിയിൽ വരുന്നത് 1 മൈൽ റൺ ആണ്. അതില് only passing the test is mandatory, അതായത് ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതിയാകും. ടൈം തന്നിരിക്കുന്നത് 10 മിനിറ്റ് ആണ്.
അടുത്തത് റീജിയൻ വൈസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് പേഴ്സണൽ. സദേൺ റീജിയനിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം ഹൈറ്റ് 157 സെന്റിമീറ്റർ, ചെസ്റ്റ് മിനിമം 75 സെന്റിമീറ്റർ അൺഎക്സ്പാൻഡഡ് ആൻഡ് എക്സ്പാൻഷൻ ബൈ 5 സെന്റിമീറ്റർ. അടുത്തത് മിനിമം വെയിറ്റ് ആണ് 50 കിലോഗ്രാം. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.ssc.gov.in. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 26/6/2025. ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST PWBD വിഭാഗങ്ങൾക്കും വനിതകൾക്കും എക്സ് സർവീസ്മാൻമാർക്കും അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. സമർപ്പിക്കേണ്ട അവസാന തീയതി 26/6/2025. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. 97 78 38 66 71. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.